നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. ശ്രീലങ്കയുടെ അധീനതയിൽ ധനുഷ്കോടിയിൽ നിന്ന് 25 കിലോമീറ്ററോളം ദൂരെയായി മനുഷ്യവാസമില്ലാതിരുന്ന ഒരു ചെറുദ്വീപാണ് കച്ചദ്വീപ്. ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ പാക് കടലിടുക്കിലെ ഈ ദ്വീപിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന കാര്യത്തിൽ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്ത് അന്നത്തെ സിലോൺ, മദ്രാസ് സർക്കാരുകൾ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒഴികെ ആർക്കും താല്പര്യമില്ലാതെ കിടന്നിരുന്ന ഒരു പ്രദേശമാണ് ഈ ദ്വീപ്. ലോകമഹായുദ്ധകാലത്താണ് വാസ്തവത്തിൽ ഈ ദ്വീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു തുടങ്ങിയത്. യുദ്ധകാലത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ഈ ദ്വീപിൽ ഇടയ്ക്കിടെ പീരങ്കി പരിശീലനം തുടങ്ങിയതോടെ ദ്വീപിൻ്റെ ഉടമസ്ഥാവകാശം വീണ്ടും ചർച്ചകളിൽ ഉയർന്നു. കച്ചദ്വീപിന് മേലുള്ള അവകാശവാദം നിയമപരമായ സാധുത ഉള്ളതായിരിക്കില്ല എന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യകാല നിഗമനങ്ങൾ. ക്രമേണയാണ് ദ്വീപിന് മേലുള്ള ഉടമസ്ഥാവകാശങ്ങൾ കൂടുതൽ തർക്കവിഷയം ആയി തുടങ്ങിയത്. പഴയകാല രേഖകൾ പ്രകാരം ദ്വീപ് സിലോണിൻ്റെ സമുദ്ര അതിർത്തിക്കുള്ളിലാണെന്ന് 1921-22 കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യയും സിലോണും അംഗീകരിച്ചിരുന്നു. 1971-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പാകിസ്ഥാൻ്റെ സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും മറ്റുമായി അന്നത്തെ സിലോൺ സൗകര്യം നൽകിയത് ഇന്ത്യക്ക് വിനയായി. അതിർത്തി പങ്കിടുന്ന സിലോണിനെ കൂടി ഇന്ത്യയുടെ പക്ഷത്ത് നിർത്തേണ്ട ആവശ്യം ഇന്ത്യയുടെ വരുംകാല സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു അന്നത്തെ ഭരണാധികാരിയായ ഇന്ദിരാഗാന്ധി. കച്ചദ്വീപ് വിഷയത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന് അന്ന് താൽപ്പര്യക്കുറവായിരുന്നു എന്നും രാജ്യ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ 1974-ൽ ദ്വീപ് ശ്രീലങ്കയ്ക്ക് ഇന്ദിരാഗാന്ധി വിട്ടുകൊടുക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണം. എന്നാൽ 1921-ൽ തന്നെ ഏതാണ്ട് ധാരണയിലെത്തിയിരുന്ന ഒരു വിഷയമാണ് 1974-ൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്നും വാദമുണ്ട്. 1974-ൽ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയും സിരിമാവോ ബന്ദാരനായികയും ഒപ്പുവച്ച കരാർ പ്രകാരമാണ് ദ്വീപ് ശ്രീലങ്കയുടേതായി മാറിയത്. കരാർ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും വല ഉണക്കാനുമുള്ള അവകാശം തുടരുമെന്ന് ഉടമ്പടിയിൽ അന്നു തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു. ഉടമ്പടിയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും ലംഘിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. തുടർന്നാണ് തമിഴ്നാട്ടിൽ ഈ വിഷയം വൈകാരികമായ ഒന്നായി രൂപപ്പെട്ടത്. മനഃപൂർവ്വമല്ലാതെ പോലും സമുദ്ര അതിർത്തി ലംഘിക്കുന്ന മീൻപിടുത്തക്കാർക്കെതിരെ ശ്രീലങ്കൻ നാവികസേനയുടെ നടപടികൾ തമിഴ്നാട്ടിലാകമാനം വലിയ വിവാദങ്ങൾക്ക് പലപ്പോഴും തിരി കൊളുത്താറുമുണ്ട്. മീൻപിടുത്തക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ആകുലതകളും മറികടക്കാനായി 1976-ൽ മറ്റൊരു തുടർ കരാറും ഉണ്ടാക്കിയിരുന്നു. 1972-ൽ ശ്രീലങ്ക എന്ന പേരിൽ റിപ്പബ്ലിക്കായ സമയത്ത് നടന്ന ചർച്ചകളിൽ മേലാണ് സമുദ്രാതിർത്തി ഉടമ്പടിയായി മാറുകയും 1974-ൽ ഒപ്പിടുകയും ചെയ്തത്. ശ്രീലങ്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായിരുന്നു 1974-ലെ കരാർ. കച്ചദ്വീപ് അവകാശവാദവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് കോളനി വാഴ്ച കാലത്തു തന്നെ സിലോൺ, മദ്രാസ് സർക്കാരുകൾ തമ്മിൽ സമവായ ചർച്ചകളും നടന്നിട്ടുണ്ട്. 1974-ൽ കച്ചദ്വീപ് ഉടമ്പടി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ചർച്ച ചെയ്തതാണ്. അന്ന് കരാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചൂടേറിയ ചർച്ചകളാണ് നടന്നത്. നാടുകൾ കടന്ന് വർത്തമാന പരിസ്ഥിതിയിൽ എത്തി നിൽക്കുമ്പോൾ അയൽപക്ക അതിർത്തി പ്രദേശങ്ങളിൽ സ്വാധീനം നിലനിർത്താൻ ഉള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ. അതിനിടയിൽ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് രാജ്യത്തിനകത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 1991-ൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ് കച്ചദ്വീപ് വിഷയം വീണ്ടും ചർച്ചകളിലെത്തിച്ചത്. ഇന്ത്യയുടേത് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന പ്രദേശങ്ങളൊന്നും ശ്രീലങ്കയ്ക്ക് കൈമാറിയിട്ടില്ലാത്തതിനാൽ തിരികെ വീണ്ടെടുക്കണം എന്ന വിഷയം ഉദിക്കുന്നില്ല എന്നായിരുന്നു UPA സർക്കാർ അന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. മത്സ്യത്തൊഴിലാളികളുമായുള്ള ചില വിഷയങ്ങളുണ്ട് എങ്കിലും കച്ചദ്വീപ് വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുക ആണ് BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പരക്കെ അഭിപ്രായമുണ്ട്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ചിലതിൽ ചൈന നുഴഞ്ഞു കയറി കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് തടയിടാനും കൂടിയുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമായി കൂടി വേണം ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതത് കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കനുസരിച്ച് നയപരമായ വിഷയങ്ങളിൽ കൂട്ടായ തീരുമാനമെടുക്കാനുള്ള സർക്കാരുകളുടെ കഴിവില്ലായ്മയാണ് പിന്നീട് പലപ്പോഴും വലിയ വിഷയങ്ങളായി പരിണമിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കാൻ പ്രയാസപ്പെടുന്ന BJP രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് തന്നെയാണ് കച്ചദ്വീപ് വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. വിഷയത്തിൽ കോൺഗ്രസും DMKയും ശരിയാം വണ്ണം തീരുമാനങ്ങൾ മുമ്പൊരിക്കലും എടുത്തിട്ടില്ല എന്നാണ് BJPയുടെ വാദം. ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ വിവരാവകാശം കൊടുത്തതും
പിന്നാലെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും വിഷയം ഏറ്റെടുത്തതും ഒക്കെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടാണ്. അണ്ണാമലൈ കഴിഞ്ഞ മാർച്ച് 5-ന് നൽകിയ വിവരാവകാശ ചോദ്യങ്ങൾക്ക് 12-ന് ലഭിച്ച മറുപടിയാണ് വിവാദങ്ങൾക്ക് പൊടുന്നനെ തുടക്കം കുറിച്ചത്. ഇത് പത്രവാർത്തയാകുകയും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തതോടെയും വിഷയം കത്തിക്കയറുകയായിരുന്നു. ഓഗസ്റ്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലും മോദി കച്ചത്തീവ് വിഷയത്തിൽ കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ദ്വീപ് തിരിച്ചെടുക്കണമെന്ന് DMK സർക്കാർ പതിവായി കത്തെഴുതാറുണ്ട് എന്നുകൂടി മോദി പറഞ്ഞതോടെ അവരും വിഷയത്തിൽ പെട്ടുപോവുകയായിരുന്നു. വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷമായി BJPക്ക് എന്ത് നടപടികളാണ് കൈക്കൊള്ളാൻ സാധിച്ചത് എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട്. ദ്വീപ് വിട്ടുകൊടുക്കാൻ അന്ന് അനുവദിച്ചവരാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ അവകാശ സംരക്ഷകരായി നടിക്കുന്നത് എന്നാണ് BJPയുടെ വാദം. DMKയും കോൺഗ്രസും ചേർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നും അവർ ആരോപിക്കുന്നു. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ 6000-ലേറെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്ക പിടികൂടിയത്. കൂടാതെ 1000-ലേറെ ബോട്ടുകളും. വ്യക്തമായ കരാറിൻ്റെ അഭാവമാണ് ഇത്തരത്തിലെ ചില വിഷയങ്ങൾക്ക് അടിസ്ഥാനം എന്നാണ് BJPയുടെ വാദം. ഒരു കാര്യം ഉറപ്പ്, രാജ്യ താൽപ്പര്യങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടുള്ള വാചക കസർത്തുകൾ അല്ല വേണ്ടത്. പകരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ വിഷയപരിഹാരം ആണ് ഉണ്ടാക്കേണ്ടത്. സ്വാർത്ഥപരതയോടെ അല്ലാതെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയാണ് അതിന് ആവശ്യം. അത് നടക്കട്ടെ.